അതുകൊണ്ട് അധികം സമയമെടുക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നില്ല. ചെറിയൊരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്ത് വേഗത്തിലിരിപ്പാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. നാം വായിച്ച സങ്കീർത്തനം 102 സങ്കീർത്തനമാകുന്നല്ലോ. അതിന്റെ 21, 22 വാക്യങ്ങൾ ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തി വായിക്കും. ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും. രണ്ട് കാര്യങ്ങൾ മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രശ്നങ്ങളായി അവിടെ കാണുന്നു. ബദ്ധന്മാരുടെ ഞരക്കം, രണ്ട് മരണത്തിന് നിയമിക്കപ്പെട്ട അനുഭവങ്ങൾ. എന്നാൽ 22-ാമത്തെ വാക്യം, യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൻ പാർത്തുവല്ലോ. ഹല്ലേലൂയ. ഞരക്കം അനുഭവിക്കുന്ന ബദ്ധന്മാരുടെ ഞരക്കത്തിന് വിടുതലും, മരണത്തിന് നിയമിക്കപ്പെട്ടവരുടെ വിടുതലുമായി സ്വർഗത്തിൽ നിന്ന് നോക്കി തൃക്കൻ പാർത്ത് വിടുവിക്കുന്ന ഒരു നല്ല ദൈവം. മരണത്തിന് നിയമിക്കപ്പെട്ടവരുടെ വിടുതലിനെ കുറിച്ച് എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും സമയം മുന്നോട്ട് പോകുമല്ലോ. ഞാനതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാതെ ഇതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹോവയുടെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി. നോക്കണമേ, ദൈവം ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി ദൈവം കൽപ്പിക്കേണ്ട ആവശ്യമില്ല, ദൈവം കരം വയ്ക്കേണ്ട ആവശ്യമില്ല. ചില അത്ഭുതങ്ങൾ, ചില വിടുതലുകൾ ദൈവത്തിന്റെ നോട്ടത്തിനകത്ത് സംഭവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ആ ഭാഗം മാത്രം ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുള്ളൂ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കർത്താവിന്റെ നോട്ടം ചില വിടുതലുകളിലേക്ക് നയിച്ചത് കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ യഹോവയുടെ നോട്ടത്തെ പറ്റി പല വേദഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് സൈന്യത്തെ നോക്കി അതിനെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം. യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു. യഹോവ മിസ്രയീം പറഞ്ഞ ഒരു പദമാണ്. യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു. ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്ക് വളരെ പരിചിതമാണ്. പല തവണ നാം കേട്ടിട്ടുള്ളതാണെങ്കിൽ ഞാൻ തൊട്ടു പോകട്ടെ. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലാണ് അഹരോനും മോശയും ചെന്ന് ഫറവോനോട് തന്റെ ജനത്തെ ആരാധിക്കുവാനായി വിട്ടയക്കുവാൻ കൽപ്പിക്കുന്നത്. 5 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ നിരവധി റിക്വസ്റ്റുകൾ, അപേക്ഷകളൊക്കെ ഫറവോനോട് കൊടുക്കുന്നുണ്ട്. ബാധകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടതല്ലാതെ ഫറവോൻ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കുന്നില്ല. ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കുവാൻ മോശ ഫറവോനോട് സംസാരിക്കുന്ന ഭാഗത്ത് ഫറവോൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യഹോവയോ അതാരാകുന്നു? നീ വലിയതായി ഇൻട്രോഡക്ഷൻ ഒക്കെ ഇട്ട് നീ സംസാരിക്കുന്ന നിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന യഹോവയില്ലേ? പുറപ്പാട് പുസ്തകം 3-ൽ ഇറങ്ങി വന്ന് അല്ലെ കത്തുന്ന ഉൾപ്പുറത്തിനകത്ത് ഒരു ശബ്ദമായി വെളിപ്പെട്ട് ഞാനാകുന്നവൻ സംസാരിച്ച് പിതാക്കന്മാരുടെ ദൈവത്തെ പരിചയപ്പെടുത്തിയ ഒരു യഹോവയെ കുറിച്ച് വലിയ കാര്യത്തോടെ ഫറവോന്റെ സന്നിധാനത്തിൽ മോശ പ്രസന്റ് ചെയ്യുമ്പോൾ ഫറവോൻ ചോദിക്കുന്ന ചോദ്യം യഹോവയോ അതാരാകുന്നു? എന്നാൽ 14-ാമത്തെ അധ്യായത്തിൽ മിസ്രയീമ്യർ ഉൾപ്പെടുന്ന സൈന്യജനം, ഫറവോൻ ഉൾപ്പെടുന്ന സൈന്യജനം വിളിച്ചു പറയുകയാണ്, യഹോവ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. 5-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ ജനത്തെ വിട്ട് ആരാധനയ്ക്ക് വിടുവാൻ സമ്മതിക്കാതിരുന്ന ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിനകത്ത് ദൈവം മുക്കിക്കൊല്ലുവാൻ ഇടയായിത്തീർന്നു. ചെങ്കടൽ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി മാത്രമായി തുറന്ന വഴിയായിരുന്നു. എന്നാൽ അത് മനസ്സിലാക്കാതെ ഉണങ്ങിയ നിലത്തോടുകൂടി
അവരാദ്യം കണ്ട് ഉണങ്ങിയ നിലത്തുകൂടി ഫറവോനും സൈന്യവും പുറപ്പെടുവാനിടയായി തീർന്നു. നോക്കണമേ, ഈ മിസ്രയീമിൻ ജനത്തിന് മനസ്സിലായി യഹോവ ആരാന്ന് ചോദിച്ച സ്ഥാനത്ത് അവർ പറയുകയാണ്, യഹോവ എന്ന ഒരുവനുണ്ട്, അവൻ തന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ യുദ്ധത്തെ യഹോവ ജയിച്ചതെങ്ങനെയാണ്? ഈ യുദ്ധത്തിൽ ഫറവോനും സൈന്യവും ഈയൽ പോലെ, അവിടെ എഴുതിയിരിക്കുന്നു, ഈയൽ പോലെ വെള്ളത്തിൽ താണു, അല്ലെ? ഈയൽ പോലെ വെള്ളത്തിൽ കുതിരയെയും അതിന്റെ മുകളിൽ ഇരിക്കുന്നവരെയും വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ ദൈവത്തെ പിന്നീട് അവർ ചേർന്ന് ആരാധിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കുക, ഇവനെ വെള്ളത്തിൽ ദൈവം മുക്കിക്കളഞ്ഞു, ഇനിയും പിന്തുടരാണെന്നും ആ ശക്തിയെ ഫറവോന്റെ സൈന്യത്തെ ദൈവം തകർത്ത് കളഞ്ഞു. പക്ഷെ ദൈവത്തിന് തകർത്ത് കളയുവാൻ ഒരു ശബ്ദം പുറപ്പെടുവിക്കേണ്ടി വന്നില്ല, കരം വീശേണ്ടി വന്നില്ല. അവരുടെ രഥചക്രങ്ങളെ നിർത്തുവാൻ യഹോവയ്ക്കൊരു നോട്ടം മതിയായിരുന്നു. അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് യഹോവ സൈന്യത്തെ നോക്കി. അതിനാൽ ഇത് വിശ്വസിച്ചാണ്ട് ഉയരത്തിൽ നിന്ന് നോക്കി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ നോക്കി വിടുവിക്കുന്ന ഒരു ദൈവം. പാർട്ട് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം. ചേർന്ന് കരമടിക്കുന്ന ദൈവം സൂചിച്ചാണ്ട് ആ ദൂതം ഏറ്റവും റിസീവ് ചെയ്താട്ട് എന്റെ വിഷയത്തിന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് യഹോവയുടെ നോട്ടം. ഇന്ന് രാത്രി ചില വിഷയങ്ങളെ സ്പർശിക്കേണ്ടതാണ്. ദൈവവഴിയിലേക്ക്, ഉണങ്ങിയ നിലത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി യഹോവയുടെ നോട്ടത്തിൽ തകരട്ടെ. ആമേൻ. പഴയ നിമിത്തം വീണ്ടും ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. തൊട്ടുമാത്രം പോകുവാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഈ വിഷയം കാണാൻ കഴിയും. 6:14. അപ്പോ യഹോവ അവനോട് സംസാരിച്ചെന്നല്ല, കൽപ്പിച്ചെന്നല്ല, യഹോവ അവനെ നോക്കി. നിന്റെ ഈ ബലത്തോടെ പോകാം, മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അവനോട് കൽപ്പിക്കേണ്ടി വന്നില്ല, ആജ്ഞാപിക്കേണ്ടി വന്നില്ല, കരം വെച്ച് അനുഗ്രഹിക്കേണ്ടി വന്നില്ല. ഗിദെയോനെ ദൈവം വന്ന് നോക്കി. കരുവേലകത്തിന്റെ കീഴിൽ അല്ലേ, മുന്തിരിച്ചക്കിന് അധികം ഗോതമ്പ് നദിച്ചുകൊണ്ടിരുന്ന ഭയപ്പെട്ടിരുന്നവനെ യോദ്ധാവാക്കി മാറ്റുവാൻ, പരാക്രമശാലിയാക്കി മാറ്റുവാൻ ദൈവത്തിന് ഒരു നോട്ടം മതിയായി. അങ്ങനെ വിശ്വസിച്ചാലൊന്ന് ഭയപ്പെട്ടു പോയവനെ, മുന്തിരിച്ചക്കിന് അധികം പാർത്തിരുന്നവനെ, തന്റെ ഗോതമ്പ് മണി മാത്രം സൂക്ഷിക്കാൻ വേണ്ടി കരുതിയിരുന്നവനെ ദൈവം ബലപ്പെടുത്തിയതെങ്ങനെ? ഗിദെയോനെ അടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുമ്പോൾ ഗിദെയോൻ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരോട് നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ. ദൈവസാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ സാഹചര്യത്തെ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പോൾ ഞങ്ങളുടെ സാഹചര്യത്തെ ഞങ്ങൾ പഠിക്കുമ്പോൾ, മിദ്യാന്റെ ശക്തിക്ക് കീഴ്പ്പെട്ടിരുന്ന മുഖം പുറത്ത് കാണിക്കുവാൻ കഴിയാതെ, ശരീരം പുറത്ത് കാണിക്കുവാൻ കഴിയാതെ, നന്മകൾ കവർന്നെടുക്കുന്ന ശക്തിയുടെ മുമ്പിൽ പാർത്തിരിക്കേണ്ട ഗതികളിലേക്ക് ദൈവജനം ആയിപ്പോയെങ്കിൽ, ആ പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങളിൽ നിന്നും ആ സാന്നിധ്യത്തിൽ നിന്നും ദൈവം അകന്നു പോയത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ ഗതി വന്നതെന്നാ ഗിദെയോൻ പറഞ്ഞത്. ഗിദെയോൻ ദൈവം പറയില്ല, ഗിദെയോനെ തീർന്നു പോയിട്ടില്ല. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി, ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി ഇപ്പോഴും ഇറങ്ങി വരുന്ന ഒരു ദൈവ
അഭിഷേകമുണ്ട്. വിശ്വസിച്ചാല് ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിച്ചാട്ടെ. അവന്റെ നോട്ടം നമ്മെ മാറ്റും, അവന്റെ ശബ്ദം നമ്മെ മാറ്റും, അവന്റെ സാന്നിധ്യം നമ്മെ മാറ്റും. ഗുഹയ്ക്കകത്ത് കയറി ഇരുന്ന ഏലിയാവിന്റെ മുമ്പിൽ ഒരു കാറ്റും ഒരു ഭൂകമ്പവും ഒരു അഗ്നിയും ഒക്കെ പോയിട്ട് ഏലിയാവിനെ ദൈവം ഗുഹയ്ക്ക് വെളിയിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഏലിയാവേ, നിനക്കിവിടെ എന്താ കാര്യം? ഒറ്റ ശബ്ദം അവനെ തിരുത്തി, അവന്റെ എനർജി വർദ്ധിപ്പിച്ചു. ദമസ്കസിന്റെ പട്ടണത്തിലേക്ക് തിരികെ പോകാൻ അഭിഷേകം ചെയ്യുവാൻ വലിയൊരു ശുശ്രൂഷ നിന്റെ മുമ്പിലുണ്ട്. ചില രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കാനുണ്ട്. ഒതുക്കപ്പെട്ടു പോയവനെ ഗുഹയ്ക്ക് ഇന്ന് നീ എവിടെയാ ഒതുക്കപ്പെട്ടു പോയത്? ഇന്ന് നീ ഗുഹയ്ക്കകത്താണ് ഒതുക്കപ്പെട്ടു പോയെങ്കിൽ, കരുവേലകത്തിന്റെ കീഴിലാണ് ഒതുക്കപ്പെട്ടു പോയെങ്കിൽ, നീ ഒതുക്കപ്പെട്ടു പോയത് തിറങ്ങി വന്ന് സാന്നിധ്യം കൊണ്ട് നിന്നെ സ്പർശിച്ച് നിന്നെ തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് വിശ്വാസമുള്ളവർ ദൈവം സൂചിച്ചാൽ ഓരോ ജനത്തര ഇരുട്ടിന്റെ മേഖലയിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? അവൻ നിന്നെ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ട് പരിതപിച്ച് പോയവരെ പോലെയല്ല ഗുരു. അവന്റെ ശബ്ദത്തിനകത്ത് അധികാരമുണ്ട്. അവൻ കൽപ്പിച്ചാൽ വിടുതലുണ്ട്. ഒരു നോട്ടോടെ സംസാരിക്കാൻ എല്ലാ ലൂക്കോസ് വിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 61-ാമത്തെ വാക്യം. ലൂക്കോസ് വിശേഷം 22-ന്റെ 61. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി പത്രോസ് ഓർത്തു. കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കി. പശ്ചാത്തലം നമുക്കറിയാം അല്ലേ? കർത്താവ് ഓൾറെഡി പത്രോസിനോട് പറഞ്ഞു, ഇവരെല്ലാം നിന്നെ കൈവിട്ടാലും, ഇവരെല്ലാം ഓടിപ്പോയാലും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ 3 തവണ തള്ളിപ്പറയും. എപ്പോൾ? കോഴി പോകുന്നതിന് മുമ്പ് 3 തവണ നീ എന്നെ തള്ളിപ്പറഞ്ഞിരിക്കും. ദൂത് പറഞ്ഞു. ദൂത് അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പം പറഞ്ഞ് ചിന്തിച്ചാണ് എനിക്ക് പോകുന്നത് അല്ലേ? പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞല്ലേ? ആ ഇരുട്ടിന്റെ മറവിൽ, ആ രാത്രിയുടെ മറവിൽ, ആ ചൂടിന്റെ അനുഭവത്തിൽ, ആ കുളിരിന്റെ നടുവിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ്, ആര് നിന്നെ വിട്ടു പോയാലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ യേശു പറഞ്ഞ ദൂത് അതുപോലെ തന്നെ സംഭവിച്ചു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് തിരികെ നോക്കുമ്പോൾ ഒരുവൻ അവനെ നോക്കി. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ യേശു നോക്കി കഴിഞ്ഞ സംഭവിച്ചവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? പെട്ടെന്ന് വായിച്ചു. ഓർത്തു. അടുത്ത പുറത്തിറങ്ങി ആദ്യ ദുഃഖത്തോടെ കരഞ്ഞു. അവന് മനസ്സിലായി, ഞാൻ ചെയ്തത് അബദ്ധമായി പോയി. 3.5 വർഷം എന്നോട് കൂടെ നടന്നവൻ, അവനോട് കൂടെ ചരിച്ചവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കണ്ടത്, ഞാൻ നിന്നെ തള്ളി
അകത്തേക്ക് കയറിപ്പോയി. തനിക്ക് നിരാശയുണ്ടായി, ഭാരമുണ്ടായി, അതിദുഃഖത്തോടെ വരുന്നു. നിങ്ങൾ 63-ാമത്തെ വാക്യം വായിച്ച് അവിടെ ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അത് പറഞ്ഞാൽ യേശുവിനെ പിടിച്ച് അവർ പരിഹസിച്ച്, ആ വാക്ക് ശ്രദ്ധിച്ചോ, പരിഹസിച്ച് കണ്ണ് കെട്ടി തല്ലി. ഏത് സംഭവം കഴിഞ്ഞപ്പോഴാണെന്ന് അറിയാമോ? പത്രോസിനെ നോക്കിക്കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ കർത്താവിന്റെ കണ്ണ് അവർ കെട്ടി. Praise God. പത്രോസ് തള്ളിപ്പറയുന്നതിന് മുമ്പാണ് അവന്റെ കണ്ണ് കെട്ടിയിരുന്നെങ്കിൽ പത്രോസിനെ നോക്കുവാൻ യേശുവിന് കഴിയില്ല. Praise the Lord. യേശു നോക്കിക്കഴിഞ്ഞപ്പോ കണ്ണുകൾ അവർ കെട്ടി. പക്ഷെ യേശുവിന്റെ കണ്ണ് കെട്ടുന്നതിന് മുമ്പിലുള്ള തൊട്ടു മുമ്പിലുള്ള ഒരു സെക്കൻഡിൽ പത്രോസിനെ യേശു നോക്കിയപ്പോ അവൻ യാതൊരു രൂപാന്തരമുണ്ടായി. അവനൊരു മടങ്ങി വരവാ നോട്ടത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ. എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് കണ്ണ് കെട്ടുന്നതിന് മുമ്പ് ഒരു നോട്ടം. Praise the Lord. അവനെ മടക്കി വരുത്തേണ്ടതിന്, അതിദുഃഖത്തോടെ അവൻ കരഞ്ഞു തിരികെ കർത്താവിന്റെ സന്നിധി പ്രാപിക്കേണ്ടതിന് യേശു അവനെ നോക്കുവാൻ ദൈവം അനുവദിച്ചു. ഹല്ലേലൂയ. സമയം പോയല്ലോ. നമ്മുടെ കണ്ണുകളെ ദിവസം അടച്ചാട്ടെ. Praise God. ഹല്ലേലൂയ. വിടുതലുകളെ പകരുന്ന ദൈവം മാത്രമല്ല, നമ്മെ നോക്കി വ്യത്യാസപ്പെടുത്തുന്ന ഒരു ദൈവം. Praise God. എവിടെയാണ് ഇന്ന് രാത്രി തകർന്നു പോയത്? എവിടെയാണ് ഇന്ന് രാത്രി പരാജയപ്പെട്ടു പോയത്? ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന്, തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചത് എവിടെ? ദൈവം വായിക്കാനുള്ള സമയത്തിൽ നിന്ന് മാറിപ്പോയത് എവിടെ? പ്രാർത്ഥന കുറഞ്ഞു പോയത് എവിടെ? അഭിഷേകത്തിലുള്ള ആരാധന നഷ്ടപ്പെട്ടത് എവിടെ? തള്ളിപ്പറച്ചുകൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് രാത്രി കർത്താവിനെ നോക്കുകയാണ്, കർത്താവിനെ സ്പർശിക്കുകയാണ്. ഒരു മടങ്ങി വരവനായ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പത്രോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ റിസീവ് ചെയ്തുകൊണ്ട് 11 പേരോടുകൂടെ നിന്ന് പ്രസംഗിക്കുന്ന അഭിഷേകമുള്ള പത്രോസിനെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങൾ ക്രൂശിച്ചവനെ പിതാവും ദൈവവുമായവൻ എഴുന്നേൽപ്പിച്ചിരിക്കുന്നെന്ന് പറയുന്ന ഒരു പത്രോസിനെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് കണ്ണ് കെട്ടുന്നതിന് മുമ്പ് അവനെ നോക്കി രൂപാന്തരത്തിലേക്ക് നയിച്ചൊരു ദൈവം.